നമസ്കാരം, എല്ലാവർക്കും തിത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം തീവ്രവാദികൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. തീവ്രവാദികളിൽ നിന്നും PSCക്ക് എപ്പോഴും ഒരു ചോദ്യമുണ്ട്. എവിടുത്തെ തീവ്രവാദിയാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദികൾ. അപ്പൊ രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ഇത് പറയേണ്ടത്. എപ്പോഴും മോഡറേറ്റ്സ് ആരാണ്, തീവ്രവാദികൾ ആരാണ്, മോഡറേറ്റ്സ് ആരാണ്, എക്സ്ട്രീമിസ്റ്റുകൾ ആരാണെന്നാണ് പറയുന്നത്. അപ്പൊ മോഡറേറ്റ്സിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത് 1885-ലാണ്. ആ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മോഡറേറ്റ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. എന്ത് വിളിക്കും? മോഡറേറ്റ് ഫേസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. തെറ്റിക്കരുതേ, പലർക്കും അറിയാം ഇതൊക്കെ. മോഡറേറ്റ് ഫേസ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് ആ സമയത്ത് മിതവാദികളുടെ കാലമായിരുന്നു. 1885 മുതൽ 1905 വരെ മോഡറേറ്റ് ഫേസ് ആയിരുന്നു. ഓക്കെ ആണല്ലോ. ആ മോഡറേറ്റ് ഫേസിൽ ഉണ്ടായിരുന്ന മോഡറേറ്റ് ലീഡേഴ്സിന്റെ പേര് നമ്മളോട് ചോദിക്കും. ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി അദ്ദേഹത്തിന് എന്താണ് അറിയപ്പെട്ടിരുന്നത്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അതുപോലെ WC ബാനർജി. WC ബാനർജിയുടെ ഫുൾ നെയിം എന്താണെന്ന് അറിയാലോ? ഉമേഷ് ചന്ദ്ര ബാനർജി എന്നാണ്. WC ബാനർജി. അതുപോലെ G സുബ്രഹ്മണ്യ അയ്യർ. അടുത്ത ആളാണ് G സുബ്രഹ്മണ്യ അയ്യർ. ഇങ്ങനെ തന്നെ ചിലപ്പോൾ ചോദ്യങ്ങൾ വരും കേട്ടോ. താഴെ തന്നിരിക്കുന്നതിനകത്ത് മോഡറേറ്റ്സ് അല്ലാത്തത്. ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോഖലെ. അതുപോലെ സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജി. ഇത്രയും ആൾക്കാരായിരുന്നു പ്രധാനപ്പെട്ട മോഡറേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മോഡറേറ്റ്സ് ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, WC ബാനർജി, G സുബ്രഹ്മണ്യ അയ്യർ, ഗോപാലകൃഷ്ണ ഗോഖലെ, സുരേന്ദ്രനാഥ് ബാനർജി. ഇവർ ഇത്രയും പേരായിരുന്നു എന്തറിയപ്പെട്ടിരുന്നത്? മോഡറേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാ കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ. അതായത് റാഷ് ബിഹാരി ബോസ്, RC ദത്ത്, MG റനാഡെ, ഫിറോസ് ഷാ മേത്ത, PR നായിഡു, മദൻ മോഹൻ മാളവ്യ, P ആനന്ദ ചാർലു ആൻഡ് വില്യം വെബ്ഡേൺ. ഇങ്ങനെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. ഒന്നുകൂടെ പറയട്ടെ. ദാദാഭായ് നവറോജി, WC ബാനർജി, G സുബ്രഹ്മണ്യ അയ്യർ, ഗോപാലകൃഷ്ണ ഗോഖലെ, സുരേന്ദ്രനാഥ് ബാനർജി. ഇവരാണ് പ്രധാനപ്പെട്ട മിതവാദികൾ എന്നറിയപ്പെടുന്നത്. കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? റാഷ് ബിഹാരി ഘോഷ് അറിയാലോ, RC ദത്ത്, MG റനാഡെ, ഫിറോസ് ഷാ മേത്ത, PR നായിഡു, മദൻ മോഹൻ മാളവ്യ, ആനന്ദ ചാർലു തുടങ്ങിയവരെല്ലാം തന്നെ ആരാണ്? മോഡറേറ്റ്സ് ആയിരുന്നു. ഇനി നമുക്കറിയാം മോഡറേറ്റ്സിന്റെ കാര്യം എന്ന് പറയുമ്പോൾ അവര് ബ്രിട്ടീഷ് ജസ്റ്റിസിൽ വിശ്വസിച്ച ആൾക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരോട് എന്താണ് തുറന്ന ഒരു യുദ്ധത്തിന് പോവണ്ട എന്ന് വിശ്വസിച്ച ആൾക്കാരായിരുന്നു. പ്രാർത്ഥനയും പെറ്റീഷനും ഒക്കെ കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകാം എന്ന് വിശ്വസിച്ച ആൾക്കാരായിരുന്നു മോഡറേറ്റ്സ് എന്ന് പറയുന്നത്. അത് തെറ്റിക്കരുത്, നമുക്കറിയാം. ഇനി നമ്മുടെ ടോപ്പിക് എന്താണ്? എക്സ്ട്രീമിസ്റ്റുകളെ പറ്റിയിട്ടാണ് അല്ലെ. ആരാണ് എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് പറയുന്നത്? മിതവാദികളിൽ നിന്നും വ്യത്യസ്തമായ ആശയങ്ങളും പ്രവർത്തന രീതികളുമായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിലെ തീവ്ര ദേശീയവാദികൾക്ക് ഉണ്ടായിരുന്നത്. ഇവരുടെ നേരെ ഓപ്പോസിറ്റ് ആൾക്കാരായിരുന്നു എക്സ്ട്രീമിസ്റ്റ് അഥവാ തീവ്രവാദികൾ എന്ന്. തീവ്രവാദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, പേരിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തെ പരിഷ്കരിക്കാനാണ് ആര് പറഞ്ഞത്? മോഡറേറ്റ്സ് പറഞ്ഞത്. ഇതൊന്ന് പരിഷ്കരിച്ചൊക്കെ ഒന്ന് ശരിയാക്കി തന്നാൽ മതി, നിങ്ങൾ തന്നെ ഭരിച്ചോ എന്നുള്ളതായിരുന്നു മോഡറേറ്റ്സിന്റെ ആവശ്യം. എന്നാൽ ഞങ്ങളുടെ ആവശ്യം അതല്ല, അല്ലെ? അവസാനിപ്പിക്കണം. എന്ത്? ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ആരാണ്? തീവ്രവാദികളാണ്. അതുപോലെ തീവ്രവാദികളുടെ മുഖ്യ സമരായുധങ്ങൾ സ്വദേശി വസ്തുക്കളുടെ പ്രചരണം, അതുപോലെ വിദേശ വസ്തു ബഹിഷ്കരണം. അതുകൂടെ ഓർത്തു വെച്ചേക്ക. സ്വദേശ വസ്തുക്കൾ, നമ്മുടെ വസ്തുക്കളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് സ്വദേശി വസ്തുക്കളെ മൊത്തത്തിൽ എന്ത് ചെയ്യണം? ബഹിഷ്കരിക്കണം എന്ന് പ്രചരിപ്പിച്ച ആൾക്കാരായിരുന്നു എക്സ്ട്രീമിസ്റ്റുകൾ. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലെ ആചാരങ്ങള്, വഴക്കുകള്, രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ അവര് ഉപയോഗിച്ചിട്ടും ഉണ്ട്. പ്രധാനപ്പെട്ട എക്സ്ട്രീമിസ്റ്റുകൾ ആരൊക്കെയാ? എക്സ്ട്രീമിസ്റ്റുകളുടെ കൂട്ടത്തിൽ വരുന്നത് നമുക്ക് എളുപ്പം ഓർത്തു വെക്കാൻ പറ്റുന്ന എന്താണ്? ലാൽ പാൽ ബാൽ, അല്ലെ? ലാൽ പാൽ ബാൽ എന്നുള്ളതാണ് നമുക്ക് എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന 3 പേര്. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? അരബിന്ദ ഘോഷ്, രാജ് നാരായൺ ബോസ്, VO ചിദംബരം പിള്ള. ആരൊക്കെയാണ്? അരവിന്ദ ഘോഷ്, അതുപോലെ രാജ് നാരായൺ ബോസ്, VO ചിദംബരം പിള്ള.
ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട തീവ്രവാദികൾ അഥവാ എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്നത്. ഇനി ഇവരുടെ നിലപാടുകളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. തീവ്രവാദികള് ബ്രിട്ടീഷുകാരുടെ നീതിബോധത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന് ഇവർ വിശ്വസിച്ചില്ല. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണം എന്നത് മാത്രമായിരുന്നു ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സ്വരാജ് അല്ലെ. സ്വരാജ് എന്ന് പറയുന്ന ലക്ഷ്യം ആരുടെയാണ്? ഈ എക്സ്ട്രീമിസ്റ്റുകളുടെയാണ്. അഥവാ എന്താ അതിന്റെ മീനിങ്? സ്വാതന്ത്ര്യം എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇനി ഇവർ സ്വീകരിച്ച രീതികൾ ചോദിക്കാം. സ്വദേശി ഒന്ന് നമ്മൾ പറഞ്ഞു. സ്വദേശി എന്ന് പറയുന്നത് നമ്മുടെ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ അവരുടെ വസ്തുക്കളെ ബഹിഷ്കരിക്കുക അല്ലെ. ബഹിഷ്കരണം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സഹന സമരം ഇതെല്ലാം തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട മുറകളായിരുന്നു എന്ന് വേണമെങ്കിൽ ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക. ആരൊക്കെയാണ് എക്സ്ട്രീമിസ്റ്റുകൾ? സ്വരാജ് അഥവാ സ്വാതന്ത്ര്യമാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ട് സ്വദേശി, ബഹിഷ്കരണം, സഹന സമരം എന്നീ വിപ്ലവകരമായ പ്രവർത്തന രീതികളാണ് തീവ്രവാദികൾ സ്വീകരിച്ചിരുന്നത്. ഇനി അടുത്തത് ഇവിടെ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ നമ്മൾ പറഞ്ഞു. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് മോഡറേറ്റ് ഫേസ്. അപ്പൊ അതിനുശേഷമായിരിക്കുമല്ലോ തീവ്രവാദികളുടെ കാലം. ഈ 1905 നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണ്? ബംഗാൾ വിഭജനമാണ് അല്ലെ. ബംഗാൾ വിഭജനം. അപ്പൊ ഈ ബംഗാൾ വിഭജനവും ഈ എക്സ്ട്രീമിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സോ ബംഗാൾ വിഭജനം സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. തീവ്രവാദികളുടെ വളർച്ചയ്ക്ക് സഹായിച്ച ഒരു കാര്യമാണ് ബംഗാൾ വിഭജനം. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തെ ഇളക്കിമറിച്ച സംഭവമാണ് ഈ ബംഗാൾ വിഭജനം. കോൺഗ്രസിൽ തീവ്രവാദം ശക്തി ആർജിക്കാനും സ്വദേശത്തും വിദേശത്തും വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത ഒന്നാണ് ബംഗാൾ വിഭജനം. 1905 ജൂലൈ മാസം 20 അന്നത്തെ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു ആയിരുന്നു അല്ലെ. കഴ്സൺ പ്രഭു ആണ് അന്നത്തെ വൈസ്രോയി എന്ന് പറയുന്നത്. കഴ്സൺ പ്രഭു ബംഗാളിനെ പൂർവ്വ ബംഗാൾ എന്നും പശ്ചിമ ബംഗാൾ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. വെസ്റ്റ് എന്നും ഈസ്റ്റ് എന്നും പശ്ചിമ ബംഗാൾ, പൂർവ്വ ബംഗാൾ എന്ന് കഴ്സൺ പ്രഭു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ബംഗാൾ വിഭജനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? അവർ പറഞ്ഞത് എന്താ? ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ടും കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും, ഇത്രയും വലിയൊരു രാജ്യമല്ലേ അല്ലെങ്കിൽ ഒരു സ്ഥലമല്ലേ, അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഭരിക്കാനും അതുപോലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പറ്റൂ എന്നാണ് ഇവർ പറഞ്ഞത്. എന്നാൽ ഈ നടപടിയിലൂടെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനും തീവ്ര ദേശീയതയെ ഇല്ലായ്മ ചെയ്യാനുമാണ് ശരിക്കും ബ്രിട്ടീഷുകാര് ശ്രമിച്ചത്. അങ്ങനെ 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത് അല്ലെ. ബംഗാൾ വിഭജനം നിലവിൽ വന്ന ഡേറ്റ് പഠിച്ചു വെക്കുക. 1905 ഒക്ടോബർ 16. അപ്പൊ ഇതെന്താ? 1905 ജൂലൈ 20 വൈസ്രോയി കഴ്സൺ പ്രഭു ബംഗാളിനെ പൂർവ്വ ബംഗാൾ, പശ്ചിമ ബംഗാൾ എന്ന് വിഭജിച്ചതാണ് ജൂലൈ 20. ബംഗാൾ വിഭജനം നടന്നത് ഒക്ടോബർ 16 ശരിക്കും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുക, തീവ്ര ദേശീയവാദികളെ ഇല്ലാതാക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവരുടെ കേസിൽ ഓർത്തു വെച്ചിരിക്കേണ്ട വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സൂററ്റിലെ പിളർപ്പ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം INCയുടെ പല സമ്മേളനങ്ങൾ എല്ലാ വർഷവും നടന്നു വന്നിരുന്നു. അങ്ങനെ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനയുടെ പിളർപ്പിന് കാരണമായ സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഈ സൂററ്റ് സമ്മേളനത്തിലാണ് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുകളും രണ്ടായിട്ട് തരംതിരിഞ്ഞത്. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് സൂററ്റ് സമ്മേളനം വർഷം 1907 ആണല്ലോ. 1907 ഡിസംബറിൽ നടന്ന കോൺഗ്രസിന്റെ സൂററ്റ് സമ്മേളനം ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കങ്ങള് മൂക്കാനായിട്ട് കാരണമായി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ആണ്. എങ്കിലും ജസ്റ്റ് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ കയ്യാങ്കളിയിലേക്കും ഒക്കെ പോയതായിട്ട് പല ടെക്സ്റ്റ് ബുക്കുകളിലും പറയുന്നുണ്ട്. ഇതോട് കൂടിയിട്ട് കോൺഗ്രസ് സമ്മേളനം താൽക്കാലികമായി നിർത്തിവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തീവ്രവാദികൾ കോൺഗ്രസിൽ നിന്നും പുറത്തു പോന്നു. ആരാ പുറത്തു പോയത്? മോഡറേറ്റ്സ് അവിടെ നിന്നു. തീവ്രവാദികൾ, മോഡറേറ്റ്സ് മീൻസ് സീനിയർ ലീഡേഴ്സ് ആയിരുന്നു അവരൊക്കെ തന്നെ അല്ലെ. അവരൊക്കെ അവിടെ നിന്നിട്ട് എക്സ്ട്രീമിസ്റ്റുകൾ അങ്ങ് ഇറങ്ങിപ്പോയി. ഇതോട് കൂടിയിട്ട് INC എന്ന് പറയുന്ന സംഘടന പിളർന്നു. അങ്ങനെ ഇവർ ഒന്നിച്ചത് എന്നാണ്? 1916 ലക്നൗ സമ്മേളനത്തിലാണ്. ഈ രണ്ട് സമ്മേളനവും PSCയുടെ ഇഷ്ട ചോദ്യമാണ്. അപ്പൊ പിളർന്നത് സൂററ്റ് സമ്മേളനം 1907, ഒന്നിച്ചത് ലക്നൗ സമ്മേളനം 1916. ഇത്രയും പോയിന്റ്സിന് അത് സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഇനി എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനകത്ത് പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ആരൊക്കെയാണ്? ലാൽ, പാൽ, ബാൽ. ഇവരെ പറ്റി മൂന്നിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് പഠിക്കണം.
ആദ്യം നമ്മൾ ലാൽ എന്ന് പറയുന്നത്, അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് പറയാം, ആ ഒരു കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗത്തിനെ നയിച്ച പ്രധാനപ്പെട്ട നേതാക്കൾ ഏതൊക്കെയാ? നമ്മുടെ ഈ ലാൽ പാൽ ബാൽ എന്ന് പറയുന്ന 3 ആൾക്കാരാണ്. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ. അതിനകത്ത് പ്രധാനമായിട്ട് ഇവരുടെ കൂട്ടുകെട്ട് വരുന്നത് തന്നെ 1900 മുതൽ 1908 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ എക്സ്ട്രീമിസം എന്ന് പറയുന്നത് അതിന്റെ പീക്കിലേക്ക് പോയത്. അത് പീക്കിലേക്ക് പോകാൻ കാരണമായ നേതാക്കള് ഈ ലാൽ പാൽ ബാൽ എന്ന് പറയുന്ന 3 പേരാണ്. ഓക്കെ, അതിനകത്ത് ബാലഗംഗാധര തിലകനെ പറ്റിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ലോകമാന്യ എന്ന് ആദരപൂർവ്വം വിളിക്കപ്പെട്ട ബാലഗംഗാധര തിലക് ഒരു മഹാപണ്ഡിതനും ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേരാണ് ലോകമാന്യ തിലക് എന്ന് പറയില്ലേ. തീവ്ര ദേശീയവാദ പ്രസ്ഥാനത്തിന് സമുന്നത നേതാവായിരുന്ന ബാലഗംഗാധര തിലകൻ ജനിച്ചതെന്ന 1856 ജൂലൈ മാസം 23-നാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഈ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലെവൽ അനുസരിച്ച് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് നോക്കാം. 1880 പൂനെയിൽ അദ്ദേഹം ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. ചോദിക്കാൻ സാധ്യതയുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂ ഇംഗ്ലീഷ് സ്കൂള് സ്ഥാപിച്ചത് ആരാ? നമ്മുടെ ബാലഗംഗാധര തിലകാണ്. വർഷം 1880-ലാണ്. 1880 എവിടെയാ? പൂനായിലാണ് ഇദ്ദേഹം ഇത് സ്ഥാപിച്ചത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വിദ്യാലയമാണ് പിന്നീട് ഇപ്പോഴത്തെ പേര് ഫർഗൂസൻ കോളേജ്. എന്താണ് പിന്നെ പേര് അറിയപ്പെടുന്നത്? ഫർഗൂസൻ കോളേജ് എന്ന പേരിലേക്ക് മാറിയത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ ഇഷ്ട മേഖലകളാണ് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ. ന്യൂ ഇംഗ്ലീഷ് സ്കൂള് പൂനായില് 1880 സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. അതിന്റെ പിന്നീട് പേര് എന്തായി മാറി? ഫർഗൂസൻ കോളേജ് എന്ന് മാറി. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ന്യൂസ് പേപ്പർ വിഭാഗത്തിൽ ചോദിക്കാൻ കാരണമായിട്ടുള്ള ഒരു ചോദ്യം. ന്യൂസ് പേപ്പർ അദ്ദേഹം പുറത്തിറക്കിയ 2 ന്യൂസ് പേപ്പറുകളുണ്ട്. ഒന്ന് മറാത്തി ഭാഷയിൽ ഇറക്കിയ കേസരി, പ്രീവിയസ് ചോദ്യമാണ്. മറാത്തി ഭാഷയിൽ ഇറക്കിയ കേസരിയും ഇംഗ്ലീഷിൽ അതിന്റെ പേരെന്താണ്? മറാത്ത എന്ന് പറയുന്ന ഇംഗ്ലീഷ് പേപ്പർ. ഇതിനകത്തൂടെ അദ്ദേഹം എന്താണ് പടർത്തിയത്? ദേശീയതയും രാജ്യസ്നേഹവുമാണ് അല്ലെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പത്രം ഒറ്റയ്ക്കല്ല, ഇയാളുടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു, അഗാർക്കർ എന്ന് പറയുന്ന ഫ്രണ്ട് ചേർന്നിട്ടാണ് ഈ പത്രം ഇറക്കിയത്. അപ്പൊ മറാത്തി ഭാഷയിലെ കേസരിയും മറാത്ത, അത് ഇംഗ്ലീഷ് പത്രമാണ് കേട്ടോ, മറാത്ത. ഇത് രണ്ടും ആരുടെയാണ്? ബാലഗംഗാധര തിലകന്റെ പത്രങ്ങളാണ്. 1896-97 തിലക് മഹാരാഷ്ട്രയിൽ ഒരു നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിച്ചു. ക്ഷാമബധിതരായ കർഷകരോട് ഭൂനികുതി നൽകരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇമ്പോർട്ടന്റ് ആണ്. 1896-97 കാലഘട്ടത്തിൽ ബാലഗംഗാധര തിലകൻ എന്ത് നടത്തിയിരുന്നു? ഒരു നികുതി നിഷേധ സമരം നടത്തി. എവിടെയാ? മഹാരാഷ്ട്രയിൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ചിലപ്പം PSC ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ഇത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. അടുത്ത ഒരു പോയിന്റ് ആണ്, വൈസ്രോയി എൽജിൻ പ്രഭു ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയപ്പോൾ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും സ്വദേശി വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജസ്റ്റ് ഒന്ന് വായിച്ചുവിടുക. നികുതി നിഷേധം, ബഹിഷ്കരണം, സ്വദേശി എന്നിവയിലൂന്നി തിലക് രൂപപ്പെടുത്തിയ പ്രക്ഷോഭ പരിപാടി വൈകാതെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമര രീതിയായി തീർന്നു. 1920 ഓഗസ്റ്റ് 1-നാണ് ഇവിടെ മുംബൈയിൽ വെച്ചിട്ട് ഇദ്ദേഹം അന്തരിച്ചത്. മുംബൈയിൽ വെച്ചിട്ട് അന്തരിച്ചു അല്ലെ. തിലകനോളം ജനസ്വാധീനമുള്ള മറ്റൊരു നേതാവും നമ്മുടെ കാലത്തില്ല എന്ന് തിലകിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 1920-ലാണ് അന്തരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് കുറച്ചേറെ പോയിന്റ്സും കൂടെ പറയാനുണ്ട്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് അല്ലെ. പാശ്ചാത്യരുടെ സംസ്കാരത്തിലോ ആശയങ്ങളിലോ ബാലഗംഗാധര തിലക് ആകർഷനായില്ല. രാജ്യത്തിന്റെ മുന്നേറ്റത്തിന്, ഇന്ത്യൻ പൈതൃകത്തിലേക്കാണ് അദ്ദേഹം ഉറ്റുനോക്കിയത്. ദേശീയ സമരത്തിന്റെ ലക്ഷ്യം സ്വരാജ് ആയിരിക്കണമെന്ന വ്യക്തമായ കാഴ്ചപ്പാട് ബാലഗംഗാധര തിലകൻ ഉണ്ടായിരുന്നു. സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് ബാലഗംഗാധര തിലകന്റെ പ്രസിദ്ധമായ വാചകമാണ്. സമ്പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം ഉയർത്തി തിലകൻ നടത്തിയ പ്രഭാഷണങ്ങളും തയ്യാറാക്കിയ ലേഖനങ്ങളും ഇന്ത്യക്കാർക്ക് പുതിയൊരു ദിശാബോധം നൽകുന്നതായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ പറ്റിയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 പോയിന്റും കൂടെ പറയാം കേട്ടോ. അതായത് തിലകനും ഹോം റൂള് ലീഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 1914 ഇദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത്, 1914 ഇദ്ദേഹം ജയിലിലായിരുന്നല്ലോ, ജയിൽ മോചിതനായി ഇദ്ദേഹം
1914. അതിനുശേഷമാണ് എവിടെ പോയി ചേരുന്നത്? ഹോം റൂൾ പ്രസ്ഥാനത്തില് ചെയ്യുന്നത്. എന്തായിരുന്നു ലക്ഷ്യം? സ്വയം ഭരണത്തിന് ഇന്ത്യക്കാരെ പ്രാപ്തരാക്കുക. അതും ഇമ്പോർട്ടന്റ് ആണ്, അതും കൂടെ നോക്കുക. അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ബാലഗംഗാധര തിലക് നിർണായ പങ്കുവഹിച്ചു. തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നാണ് വിളിച്ചിരുന്നത്, അല്ലെ? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിളിച്ചത് ആരെയാണ്? ബാലഗംഗാധര തിലകനെയാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓർത്തു വെച്ചേക്ക, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളായിരുന്നു ഇദ്ദേഹം. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നൂതനമായിട്ടുള്ള രീതി, അതായത് മഹാരാഷ്ട്രയിലെ ഗണപതി ഉത്സവം ഉണ്ടല്ലോ, അതുപോലെ ശിവാജി ഉത്സവം എന്നിവ ജനങ്ങളെ സംഘടിപ്പിക്കാനും ദേശീയ പ്രചരിപ്പിക്കാനും ഒക്കെ തിലക് ഉപയോഗപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഗണപതി ഉത്സവം മഹാരാഷ്ട്രയിലെ, ശിവാജി ഉത്സവം യൂട്യൂബിലൊക്കെ കാണുന്നതായിരിക്കും. അതുപോലെ മിതവാദികളുടെ മോഡറേറ്റ്സിന്റെ പ്രവർത്തന രീതിയോട് ഭയങ്കര വിദ്വേഷമായിരുന്നു അദ്ദേഹത്തിന്. യുവാക്കളെ എല്ലാം സമരോത്സുകരാക്കാനായിട്ട് ലാത്തി ക്ലബ്ബുകള്, അതുപോലെ അഖരങ്ങൾ എന്നറിയപ്പെട്ട ആയുധ പരിശീലന കേന്ദ്രങ്ങളൊക്കെ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. എന്താണ് അഖരം? കേട്ടോ, അഖരം എന്നറിയപ്പെട്ട ആയുധ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് ഇദ്ദേഹമാണ്. അഖരം എന്നറിയപ്പെട്ട ആയുധ പരിശീലന കേന്ദ്രം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അപ്പൊ ഇത്രയൊക്കെ പോയിന്റ്സ് ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഓർത്തു വെച്ചേക്ക. വളരെ 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 ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ആളാണ് ആരാണ്? ലാലാ ലജ്പത് റായ് എന്ന് പറയുന്നത്. ലാലാ ലജ്പത് റായിയുടെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. ഹോം റൂൾ പ്രസ്ഥാനത്തിൽ 1914 ഇദ്ദേഹം ചേർന്നു എന്ന് പറഞ്ഞില്ലേ? 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ 1916 നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് മഹാരാഷ്ട്രയിലാണ്, അല്ലെ, ഹോം റൂൾ ലീഗിന്. അത് തിലകാണ് നോക്കിയത്. അതുപോലെ ആനി ബെസന്റ് ആണ് മറ്റത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്. ഹോം റൂൾ എന്ന ആശയം തിലക് സ്വാംശീകരിച്ചത് അയർലൻഡിലെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നാണ്. 1916 ഏപ്രിലിൽ ബെൽഗാം കേന്ദ്രമാക്കിയാണ് അദ്ദേഹം ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത്. ഓക്കെ, ഹോം റൂൾ എന്ന ആശയത്തിന്റെ പ്രചരണാർത്ഥം ഹിന്ദു സ്വരാജ് സംഘ് എന്ന പേരിൽ അദ്ദേഹം 1915 കാലയളവിൽ നിരന്തരം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. 18 ഇന്ത്യൻ ഹോം റൂൾ ലീഗ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഇംഗ്ലണ്ട് സന്ദർശിച്ചിട്ടുണ്ട്. അതുകൂടെ ഓർത്തു വെച്ചേക്കണേ. എന്താണ് ഹോം റൂൾ എന്ന ആശയം തിലക് സ്വാംശീകരിച്ചത് എവിടെ നിന്നാണ്? അയർലൻഡിലുള്ള നമ്മുടെ ഈ പ്രസ്ഥാനം ഉണ്ടല്ലോ, നമ്മുടെ ആനി ബെസന്റിന്റെ, അതിൽ നിന്നാണ്. 1916 ഏപ്രിലിൽ ബെൽഗാം കേന്ദ്രമാക്കിയിട്ടാണ് അദ്ദേഹം ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നത്. അതുപോലെ ഈ ഒരു ഹോം റൂൾ ആശയത്തിന്റെ പ്രചരണാർത്ഥം ഹിന്ദു സ്വരാജ്യ സംഘ് എന്ന പേരിൽ 1915 കാലയളവിൽ ഒരുപാട് ലേഖനങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ നെക്സ്റ്റ് ആളുടെ പേരാണ് ലാലാ ലജ്പത് റായ്. അദ്ദേഹത്തെ പറ്റിയിട്ട് ഓടിച്ചിട്ടൊന്ന് നോക്കാം. ലാലാ ലജ്പത് റായിയെ പറ്റി പറയുമ്പോൾ പഞ്ചാബ് കേസരി, അല്ലെ? എന്താണ് അദ്ദേഹത്തെ പറ്റി? ലാലാ ലജ്പത് റായ്. ഞാൻ ഈ എല്ലാം എഴുതാൻ പറ്റില്ല, അതുകൊണ്ടാണ് വിട്ടുപോകാതിരിക്കുക. ലാസ്റ്റ് നമ്മളൊന്ന് പറയുമ്പോൾ മോളോട്ട് നോക്കുമ്പോൾ നമുക്കൊരു അറിവ് വേണമല്ലോ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത്. അതിനാണ് ഞാൻ മായ്ക്കാതെ ഇട്ടിരിക്കുന്നത്. ലാലാ ലജ്പത് റായിയെ അറിയപ്പെടുന്ന പേരാണ് പഞ്ചാബ് കേസരി. പഞ്ചാബ് കേസരി അഥവാ പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെട്ട ദേശീയ നേതാവായിരുന്നു. യുവ വിപ്ലവകാരികളായ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവർ ആവേശം ഉൾക്കൊണ്ടത് നമ്മുടെ ഈ ഒരു ലാലാ ലജ്പത് റായിയുടെ പ്രസംഗങ്ങളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്താണ്? ഹിന്ദു റിലീഫ് മൂവ്മെന്റ്, അല്ലെ? 1897 ക്ഷാമം ബാധിച്ച് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഹിന്ദു റിലീഫ് മൂവ്മെന്റിന് ഇദ്ദേഹം രൂപം നൽകി. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഓർത്തു വെച്ചേക്കാം, 1920 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം പ്രസിഡന്റ് ആയി. 1920 കൊൽക്കത്ത INCയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം. ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അതുപോലെ 1920 ഒക്ടോബറിൽ രൂപം കൊണ്ട ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ. എന്താണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ? നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പോയിന്റ് എല്ലാം. ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു ലാലാ ലജ്പത് റായ്. ഓക്കെ, അതും കൂടെ ഓർത്ത് ഒന്ന് എഴുതി വെച്ചേക്കാം. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അൺഹാപ്പി ഇന്ത്യ, യങ് ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് ആര്യ സമാജ്, ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ.
ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് എങ്കിലും എല്ലാം നോക്കിയില്ലെങ്കിൽ പോലും ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ലാലാ ലജ്പത് റായുടെ മരണം സംബന്ധിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, അറിയാൻ വയ്യാത്തവരാണെങ്കിൽ. 1927 നവംബറിൽ എന്താണ് സർ ജോമൺ സൈമൺ അധ്യക്ഷനായിട്ട് എന്താണ് സൈമൺ കമ്മീഷൻ വരുന്നു അല്ലെ. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷുകാരായതിൽ പ്രതിഷേധിച്ചിട്ട് രാജ്യത്തിന് മൊത്തം പ്രക്ഷോഭം നടന്നതായിട്ട് നമുക്കറിയാം. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ ദിവസമായിട്ടുള്ള 1928 ഫെബ്രുവരി 3-ന് രാജ്യം മുഴുവൻ എന്താണ് ഹർത്താൽ ആചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സൈമൺ കമ്മീഷൻ ലാഹോർ സന്ദർശിച്ചതില് ഒക്ടോബർ 30-ന് സൈമൺ ഗോ ബാക്ക് മുദ്രാവാക്യം ഉയർത്തിയിട്ട് ലാലാ ലജ്പത് റായുടെ നേതൃത്വത്തിലാണ് സമാധാനപരമായിട്ടൊരു പ്രകടനം നടന്നത്. എന്നാൽ ആ പ്രകടനത്തിന് നേരെ ലാത്തി ചാർജ് നടക്കുകയും അദ്ദേഹത്തിന് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ 1928 നവംബർ 17-ന് അദ്ദേഹം അന്തരിച്ചു. ലാഹോറിലെ ലാത്തി ചാർജിന് ഉത്തരവിട്ട പോലീസ് സൂപ്രണ്ടായിരുന്ന ജെയിംസ് എ സ്കോട്ട് ആയിരുന്നു. അതായത് അദ്ദേഹമാണ് ലാത്തി ചാർജ് നടത്തിയത്. ലാലാ ലജ്പത് റായുടെ മരണത്തിന് പകരം വീട്ടാനായിട്ട് ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ യുവ വിപ്ലവകാരികൾ പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ ലാഹോർ പോലീസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ജോൺ പി സ്റ്റാൻഡേഴ്സിനെ 1928 ഡിസംബർ 17-ന് ഭഗത് സിംഗും രാജ്ഗുരുവും ചേർന്നിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത് ഹിസ്റ്ററിയാണ്, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ലോക് സേവാ മണ്ഡൽ. ലോക് സേവാ മണ്ഡൽ അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണെന്ന് പറയാം. മാതൃരാജ്യത്തിന് സേവനം ചെയ്യാനായിട്ട് മിഷണറിമാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് 1921 ലാഹോറിൽ ലാലാ ലജ്പത് റായ് സ്ഥാപിച്ചതാണ് സർവന്റ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റി അഥവാ ലോക് സേവാ മണ്ഡൽ. അപ്പൊ ഈ ലോക് സേവാ മണ്ഡൽ എന്ന് കാണുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, അത് നമുക്കറിയാവുന്ന പേര് തന്നെയാണ്, സർവന്റ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റി. ഈ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ലോക് സേവാ മണ്ഡൽ സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. 1921 ഓർത്തു വെച്ചേക്കാം. ഓക്കെ. സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ആണ് ലാലാ ലജ്പത് റായ്. സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ആരായിരുന്നു? ലാലാ ലജ്പത് റായ് ആയിരുന്നു. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് ചെയ്തു കൊടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കർഷകർക്കും അതുപോലെ കരകൗശല തൊഴിലാളികൾക്കും ഒക്കെ തന്നെ അവരുടെ വിൽപ്പനകൾ വിറ്റഴിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക. അതായിരുന്നു ലോക് സേവാ മണ്ഡൽ അഥവാ സർവന്റ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ആള് ബിപിൻ ചന്ദ്രപാൽ ആണ്. ഞാൻ അതുകൂടെ വേഗം ഒന്ന് പറയാം, ലെങ്ത് നീണ്ടു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും വളരെ ഇമ്പോർട്ടന്റ് തോന്നുന്ന മാത്രമാണ് നമ്മൾ പറയുന്നത്. ബിപിൻ ചന്ദ്രപാലിനെ പറ്റിയിട്ട്, ബിപിൻ ചന്ദ്രപാൽ എന്ന് പറയുന്ന ആളിനെ പറ്റിയിട്ട് നമ്മൾ ഓർത്തു വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം. അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടത് ഇന്ത്യയിലെ വിപ്ലവ ചിന്തയുടെ പിതാവ് അല്ലെ, വിപ്ലവ ചിന്തയുടെ പിതാവ്, വിപ്ലവ ചിന്തയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ബിപിൻ ചന്ദ്രപാൽ ആണ്. അതുപോലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ജനിച്ച വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കുക, 1858 ജനിക്കുന്നത്. അരബിന്ദോ ഘോഷിനോടൊപ്പം ചേർന്നിട്ട് ശക്തമായ നിലപാടുകൾ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ കൈക്കൊണ്ട ആളായിരുന്നു ബിപിൻ ചന്ദ്രപാൽ. അതുപോലെ ദേശീയതയുടെ ഏറ്റവും ശക്തരായ പ്രവാചകരിൽ ഒരാളാണ്. അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ബിപിൻ ചന്ദ്രപാലിനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച അരബിന്ദോ ഘോഷാണ് കേട്ടോ. ഇവർ രണ്ടുകൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഒരൊറ്റ പോയിന്റ് കൂടെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അദ്ദേഹം എഴുതിയ ഒരു ലേഖനമുണ്ട്, അവർ റിയൽ ഡേഞ്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ചൈന എന്നുള്ള ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു ലേഖനമാണ് അവർ റിയൽ ഡേഞ്ചർ എന്ന് പറയുന്ന ലേഖനം. ഇത്രയും ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്ത അരബിന്ദോ ഘോഷിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. അരബിന്ദോ ഘോഷും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ തീവ്രദേശീയതയിൽ നിന്നും ആത്മീയതയിലേക്ക് തിരിഞ്ഞ വ്യക്തിയായിരുന്നു അരബിന്ദോ ഘോഷ്. എല്ലാവർക്കും അറിയാം അല്ലെ, തീവ്രദേശീയവാദിയായിരുന്നു, പിന്നീട് അത് ആത്മീയതയിലേക്ക് പോയി. അതുപോലെ അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15 അല്ലെ, ഓഗസ്റ്റ് 15 ജന്മദിനം, നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് മാറിയ ഓഗസ്റ്റ് 15. അതുപോലെ മറ്റൊരു പ്രമുഖ വിപ്ലവകാരിയായ ബരീന്ദ്രകുമാർ ഘോഷ്, അദ്ദേഹത്തിന്റെ സഹോദരനാണ് അരബിന്ദോ ഘോഷ്. 1906 അരബിന്ദോ കൊൽക്കത്ത നാഷണൽ കോളേജിലെ ഫസ്റ്റ് പ്രിൻസിപ്പൽ ആയിട്ട് നിയമിതനാവുന്നു. 1907 ഈ പദവി രാജിവെക്കുകയും ചെയ്തു. 1908 അലിപ്പൂർ ബോംബ് കേസ് അദ്ദേഹത്തെ, അലിപ്പൂർ ബോംബ് കേസ് അറിയാലോ, അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോണേ. അതിനകത്ത് അദ്ദേഹം അറസ്റ്റ് ചെയ്തു. ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് കർമ്മയോഗി ധർമ്മ. പ്രീവിയസ് ചോദ്യമാണ്, കർമ്മയോഗി ധർമ്മ. ഇത് രണ്ടും ആരുടെ പ്രസിദ്ധീകരണങ്ങളാണ്? അരബിന്ദോ ഘോഷിന്റെയാണ് കേട്ടോ. അരബിന്ദോ ഘോഷിന്റെ രണ്ട് പ്രധാനപ്പെട്ടാണ് കർമ്മയോഗി ധർമ്മ എന്ന് പറയുന്നത്. അതുപോലെ ഓർത്തു വെച്ചേക്കേണ്ട അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, പ്രധാനപ്പെട്ട രചനകൾ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. ദ ലൈഫ് ഡിവൈൻ, ഇതാണ് ദ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം അല്ലെങ്കിൽ ഒരു രചന. അതുപോലെ ദ സിന്തസിസ് ഓഫ് യോഗ, നമ്മൾ പറഞ്ഞില്ലേ തീവ്രവാദിയിൽ നിന്നും ആത്മീയതയിലേക്ക് പോയ ആളാണ്.
അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ ലൈഫ് ഡിവൈൻ, ദ സിന്തസിസ് ഓഫ് യോഗ, ദ സീക്രട്ട് ഓഫ് ദി വേദ, ദ ഹ്യൂമൻ സൈക്കിൾ എന്ന് പറയുന്നതൊക്കെ തന്നെ അരബിന്ദോ ഘോഷിന്റെ പ്രധാനപ്പെട്ട രചനകളാണെന്ന് ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ് PSCയുടെ ഇഷ്ട ചോദ്യമാണ് ഗദ്ദർ പാർട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ ചോദിച്ചു കാണാറുണ്ട്. 1913 അല്ലെ, എവിടെയാ സ്ഥാപിതമായത്? സാൻ ഫ്രാൻസിസ്കോയിലാണ്, അമേരിക്കയില്. ഇന്ത്യൻ വിപ്ലവ സംഘടനയാണ് ഗദ്ദർ പാർട്ടി. ബാബ സോഹൻ സിംഗ് ഫക്കാനെ ആയിരുന്നു ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ്. അതുപോലെ സംഘടനയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു ലാലാ ഹർദയാൽ. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്ന പേരിലാണ് സംഘടന തുടക്കത്തിൽ അറിയപ്പെടുന്നത്. അത് ചോദിക്കും കേട്ടോ. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ, ഇതാണ് ഗദ്ദർ പാർട്ടിയുടെ തുടക്കത്തിലെ പേര്. സംഘടനയുടെ മുഖപത്രമായിരുന്നു ഗദർ. പുറത്തിറങ്ങിയത് അംഗ്രിസി രാജ് കാ ദുഷ്മൻ, അതായത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശത്രു എന്ന മുഖവാക്യത്തോടെയായിരുന്നു. 1948 സംഘടനയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇത് വർഷം ചോദിക്കും, സ്ഥാപക പ്രസിഡന്റിന്റെ കാര്യം ചോദിക്കും, അതുപോലെ ലാലാ ഹർദയാൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കാം. ആദ്യത്തെ പേര് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താമേ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരെയാ? മാഡം ഭിക്കാജി കാമ. അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഞാൻ ജസ്റ്റ് ഇത്രയും ഒന്ന് ഓടിച്ചിട്ട് ഇത്രയും പറയണമെന്ന് വിചാരിച്ചതല്ല, നീണ്ട് അങ്ങ് പോയതാണ്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഓടിച്ചിട്ട് നോക്കി വിടാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.